ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിനെ വളമാകുന്നു എന്ന പഴമൊഴി അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫ് പ്രഖ്യാപിച്ചത് മൂലം നമ്മളുടെ വ്യാപാരം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി അടക്കം അത് ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം 2025-26 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന മാറുന്നു എന്നുള്ളതാണ്. 2020-21 കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ചൈനയുമായിട്ട് വ്യാപാര ബന്ധങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല. അമേരിക്കയുമായി വലിയ രീതിയിൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. നമ്മളുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച വലിയ വ്യാപാര പങ്കാളിയായിരുന്നു അമേരിക്ക. ഇപ്പോൾ അതേ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ചൈനയാണ്. ഉഭയകക്ഷി വ്യാപാരം 15,110 കോടിയിലേക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതേ സമയം ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. 2024-25 വരെ ഇന്ത്യയുടെ തുടർച്ചയായി ഏറ്റവും വലിയ വ്യാപാരമാണ് ഇപ്പോൾ ചൈനയുമായി നടന്നിരിക്കുന്നത്. 36.66% ആണ് ഇപ്പോൾ ഈ വ്യാപാരം ഇന്ത്യയുടെ കയറ്റുമതി ചൈനയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത്. 1947 കോടി രൂപയാണ് ഈ ഒരു വർഷക്കാലം ഇന്ത്യ കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ഏതായാലും 2020 വരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയായിരുന്നു ചൈന. എന്നാൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ വ്യാപാര ബന്ധവും മറ്റും നഷ്ടമായത്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയതായി വന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ താരിഫ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. ആ ഒരു വിടവാണ് ഇപ്പോൾ നികന്നിരിക്കുന്നത്. ഏതായാലും ഈ ഏപ്രിൽ 20 കൂടി ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘം വീണ്ടും വ്യാപാര ചർച്ചകളുമായി US-ലേക്കൊക്കെ പോകാനിരിക്കുമ്പോഴാണ് ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.